+1 പരീക്ഷ ഓഫ്ലൈനായി നടത്താൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകി സുപ്രീം കോടതി. പരീക്ഷയ്ക്കായുള്ള മുന്നൊരുക്കങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ നൽകിയ വിശദീകരണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തി. നീറ്റ് അടക്കമുള്ള പരീക്ഷകൾ വിജയകരമായി നടത്തിയതും ജസ്റ്റിസ് എൻ ഖാൽവിക്കർ അധ്യക്ഷനായ ബെഞ്ച് കണക്കിലെടുത്തു. പരീക്ഷ നടത്താൻ സർക്കാർ സജ്ജമെന്നും മുഖ്യമന്ത്രിയുമായും മറ്റു വകുപ്പുകളുമായും കൂടിയാലോചിച്ച് പരീക്ഷാ തീയതി നിശ്ചയിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഒടുവിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. ഒരു വിദ്യാർത്ഥിക്ക് പോലും രോഗബാധ ഉണ്ടാകാത്ത തരത്തിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്നതടക്കം സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് +1 ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചു. നീറ്റ് പരീക്ഷയിലും സാങ്കേതിക സർവകലാശാല നടത്തിയ പരീക്ഷയിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തത് കോടതി കണക്കിലെടുത്തു. സംസ്ഥാന സർക്കാർ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ടുണ്ട്. അധികൃതർ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിശ്വസിക്കുന്നതായും ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. മൂന്നാം തരംഗം സെപ്റ്റംബർ 3-ാം വാരത്തിലുണ്ടാകുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇടക്കാല സ്റ്റേ ഉത്തരവിട്ടത്. എന്നാൽ 3-ാം തരംഗം ഉടൻ വരില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്ന് വ്യക്തമാക്കിയ കോടതി പൊതുതാൽപര്യ ഹർജി തള്ളുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്ക വേണ്ടെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദുഷ്പ്രചാരണം നടത്തുന്നവർ പിന്മാറണമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. പഠിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഈ ചെറിയ ഇടപെടലുകളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഇക്കൂട്ടരോട് വളരെ വിനയത്തോടുകൂടി ഞാൻ അപേക്ഷിക്കും. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. സംസ്ഥാനത്ത് കോളേജുകൾ തുറക്കാനുള്ള ഉത്തരവിറങ്ങി. PG വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകും. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളായിരിക്കും ക്ലാസുകൾ. ഒരു ദിവസം പകുതി കുട്ടികൾക്കായിരിക്കും പ്രവേശനം. സമയക്രമം കോളേജുകൾക്ക് തീരുമാനിക്കാം. അടുത്ത മാസം 4-ാം തീയതി മുതലാണ് കോളേജുകൾ തുറക്കുക. കോവിഡ് മാനദണ്ഡം പാലിച്ചാകും ക്ലാസുകൾ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയുടെ മാർക്ക് മാത്രമേ പരിഗണിക്കാവൂ എന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഏതാനും വിദ്യാർത്ഥികളും CBSE മാനേജ്മെന്റ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് നൽകിയിരിക്കുകയാണെന്നും ഈ മാർക്ക് പ്രവേശന പരീക്ഷയ്ക്ക് നൽകിയാൽ തങ്ങളുടെ പ്രവേശനത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. CBSE ICE വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അവ അപ്ലോഡ് ചെയ്യാൻ അവസരം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ തുടർന്ന് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കുന്നതിന് സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ പോലീസ് നടപടികൾ കർശനമാക്കണം. ഇക്കാര്യങ്ങളിൽ ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്നതും സർവകക്ഷി യോഗം വിളിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവനയിൽ ദുരുദ്ദേശമുണ്ടായതായി കരുതുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. BJPയും മറ്റു ചില സംഘടനകളുമാണ് ഇതിന് പിന്നിൽ. ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ CPIM പ്രചാരണം സംഘടിപ്പിക്കുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയ തെറ്റായ പ്രചരണങ്ങളും പ്രസ്താവനകളും ഉണ്ടായിരുന്നു. പ്രസ്താവന നടത്തിയ ബിഷപ്പിന് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുന്നതായി നമ്മൾ കരുതുന്നില്ല. അതേസമയം ഇവിടെ നടത്തിയ പരിശ്രമം സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള തെറ്റായ ഉദ്ദേശത്തോടു കൂടിയുള്ള ഇടപെടലുകളായിരുന്നു. കോൺഗ്രസിന്റെ സമവായ നീക്കങ്ങൾക്കിടെ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി മന്ത്രി VN വാസവൻ കൂടിക്കാഴ്ച നടത്തി. പ്രശ്നം അടഞ്ഞ അധ്യായമെന്നും പാലാ ബിഷപ്പ് പാണ്ഡിത്യമുള്ള ആളാണെന്നും മന്ത്രി VS വാസവൻ പ്രതികരിച്ചു. തീവ്രവാദികളാണ് പ്രശ്നം രൂക്ഷമാക്കാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ ചർച്ച തുടരുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മത-സാമുദായിക നേതാക്കളുമായി ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. 40 മിനിറ്റിലധികം കൂടിക്കാഴ്ച നീണ്ടു. വിഷയം രൂക്ഷമാക്കാൻ ശ്രമിച്ചത് തീവ്രവാദികളാണെന്ന് പറഞ്ഞ മന്ത്രി വിഷയം പരിഹരിക്കപ്പെട്ടുവെന്നാണ് പ്രതികരിച്ചത്. ഇനി വിഷയത്തിൽ സമവായ ചർച്ചകൾ ഇല്ല എന്നും VN വാസവൻ വ്യക്തമാക്കി. ഇല്ല, അങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടേ ഇല്ല. ഒരു സമവായ ചർച്ചയ്ക്ക് എന്താ പ്രശ്നം ഉണ്ടായത്? വിഷയം ഉപയോഗിച്ച വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന നിലപാടാണ് സർക്കാരിൻ്റേതെന്നും മന്ത്രി. എന്നാൽ സർക്കാരിന്റെ ദൂതുമായല്ല ബിഷപ്പ് ഹൗസിൽ എത്തിയതെന്നും സന്ദർശനത്തിന് പിന്നിൽ സൗഹൃദം മാത്രമെന്നും മന്ത്രിയുടെ പ്രതികരണം. അവരൊക്കെ എത്തിയതിന് വേറെ ദുരുദ്ദേശങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും ഉണ്ടാവും.
ഞാൻ തികച്ചും സഭയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും നിലനിർത്തി പതിവ് സന്ദർശനം എന്ന രൂപത്തിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു. ഞാനിപ്പോൾ ഇവിടെ വരുന്നൊരു പുതിയ ആളല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ കോൺഗ്രസ് BJP നേതാക്കളുടെ ബിഷപ്പ് ഹൗസ് സന്ദർശനം ദുരുദ്ദേശപരമെന്നും മന്ത്രി VN വാസവൻ ആരോപിച്ചു. എന്നാൽ അനനയ നീക്കങ്ങൾ തുടരുമെന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ അറിയിച്ചു. മുസ്ലിം സമുദായ നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തും. ഇരുവിഭാഗത്തെയും ഒരുമിച്ചിരുത്തിയും ചർച്ചകൾ ഉണ്ടാകുമെന്നും പ്രതികരണം. വികാരം ഒരു ദിവസത്തെ ഒരു മണിക്കൂർ നേരത്തെ ചർച്ച കൊണ്ട് ഒരു വികാരവും ഒരു വ്രണവും ഉണക്കാൻ സാധിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. അകത്ത് പുകയുന്ന വലിയ ഒരു അഗ്നിപർവ്വതമുണ്ട്. ആ അഗ്നിപർവ്വതത്തെ കാണാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും ഒരുപാട് സാമുദായിക മത നേതാക്കന്മാരെ കാണാൻ ഞങ്ങൾ 2 ദിവസം അതിനുവേണ്ടി വിനിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ചർച്ചയുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. വിഷയത്തിൽ ഇടപെട്ടില്ലെന്ന വിമർശനങ്ങൾക്കിടെയാണ് സർക്കാർ സമവായ നീക്കം നടത്തിയത്. നീക്കങ്ങൾ ഫലം കാണുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 കോട്ടയം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരാപ്പുഴ ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി. സമുദായ നേതാക്കളുമായുള്ള സന്ദർശനം തുടരുന്നതിന്റെ ഭാഗമായാണ് എത്തിയതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് അയവ് വരുത്താൻ ശ്രമം തുടരുകയാണെന്നും സമുദായ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടരുമെന്നും VD സതീശൻ വ്യക്തമാക്കി. അവരെല്ലാം ഈ സമാധാന ശ്രമങ്ങൾക്കും അനുരഞ്ജന നീക്കങ്ങൾക്കും പൂർണ്ണമായ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നടപടി അവർ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് ബ്രീഫ് ചെയ്യുന്നു. ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും അങ്ങനെ എല്ലാവരെയും കാണും. തീർച്ചയായിട്ടും 2-3 ദിവസം ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ചിരുത്താൻ പറ്റും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്ന് CPIM. ക്രിസ്ത്യൻ ഭാഗത്തെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ തിരിച്ചറിയണം. സംസ്ഥാനത്തെ ചെറിയൊരു വിഭാഗം ക്രൈസ്തവരെ വർഗീയത സ്വാധീനിക്കുന്നുണ്ടെന്നും സംഘടനാ സമ്മേളനങ്ങളിലെ ഉദ്ഘാടന പ്രസംഗത്തിനായി തയ്യാറാക്കിയ കുറിപ്പിൽ CPIM പറയുന്നു. പരോക്ഷമായെങ്കിലും ലവ് ജിഹാദ് ആരോപണത്തെ ശരിവെക്കും വിധമുള്ള പരാമർശമാണ് CPIM പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിലുള്ളത്. വർഗീയതയിലേക്കും തീവ്രവാദ സ്വഭാവങ്ങളിലേക്കും യുവജനങ്ങളെ ആകർഷിക്കുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു. പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാസമ്പന്നരായ യുവതികളെ ആ വഴിയിലേക്ക് ചിന്തിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളും നടന്നുവരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രത്യേക ശ്രദ്ധ വേണമെന്നും കുറിപ്പിൽ നിർദ്ദേശമുണ്ട്. മുസ്ലിം സംഘടനകളിൽ നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മുസ്ലിം വർഗീയ തീവ്രവാദ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും തള്ളിക്കളയുന്ന താലിബാൻ പോലുള്ള സംഘടനകളെപ്പോലും പിന്തുണയ്ക്കുന്ന ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ രൂപപ്പെടുന്നത് ഗൗരവമുള്ള കാര്യമാണ്. വർഗീയതയ്ക്കെതിരായ പ്രചാരണങ്ങൾ മതവിശ്വാസത്തിനെതിരായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രൈസ്തവ ജനവിഭാഗങ്ങൾ വർഗീയമായ ആശയങ്ങൾക്ക് കീഴ്പ്പെടുന്ന രീതി സാധാരണ കണ്ടുവരാറില്ല. എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ചെറിയൊരു വിഭാഗത്തിലെ വർഗീയ സ്വാധീനത്തെ ഗൗരവത്തിൽ കാണണം. മുസ്ലിംകൾക്കെതിരെ ക്രിസ്ത്യൻ ജനവിഭാഗത്തെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടക്കുന്നത്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് BJP രാഷ്ട്രീയ ശക്തി നേടുന്നത് തടയണമെന്നും കുറിപ്പിൽ പറയുന്നു. ക്ഷേത്രവിശ്വാസികളെ വർഗീയവാദികളുടെ പിന്നിൽ അണിനിരത്തുന്ന രീതി ഇല്ലാതാക്കുന്നതിന് കഴിയും വിധം ആരാധനാലയങ്ങളിൽ ഇടപെടാൻ കഴിയണം. വിശ്വാസികളുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം. വർഗീയവാദികളുടെ കയ്യിലേക്ക് വിശ്വാസികളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുന്ന വിധത്തിലായിരിക്കണം ഇടപെടൽ നടത്തേണ്ടതെന്നും CPIM തയ്യാറാക്കി നൽകിയ കുറിപ്പിൽ വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ക്യാമ്പസുകളിൽ യുവതീ-യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നുവെന്ന CPIM പരാമർശം ഗൗരവത്തോടെ കാണുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തെങ്കിലും ഡേറ്റ ഉണ്ടെങ്കിൽ CPIM അത് പുറത്തുവിടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ലവ് ജിഹാദ് ഉണ്ടെന്ന് പരസ്യമായി സമ്മതിക്കാൻ CPIM എന്താണ് തയ്യാറാകത്തതെന്ന് BJP. പെൺകുട്ടികളെ വശത്താക്കാൻ ഒരു സംഘമുണ്ടെന്ന് CPIM തന്നെ കുറിപ്പിറക്കുന്നു. CPIM-ന് ഇരട്ടത്താപ്പാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. ഞാനത് CPIM പോലത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ഒരു ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനെ ആ ഗൗരവത്തിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കേസുകളുടെ അടിസ്ഥാനത്തിലാണ്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ എന്തെങ്കിലും ഡാറ്റ CPIM-ൻ്റെ കൈവശമുണ്ടോ, അത് ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അവരുടെ പാർട്ടിക്കും സർക്കാരിനുമുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ റിപ്പോർട്ടിൽ പെൺകുട്ടികളെ വശത്താക്കി മതപരിവർത്തനത്തിന് വിധേയമാക്കുന്നു എന്നുള്ള കാര്യം അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ലവ് ജിഹാദ് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കാൻ ഇനിയെങ്കിലും അവർ തയ്യാറാവണം. ഈ ഇരട്ടത്താപ്പ് CPM നേതൃത്വം അവസാനിപ്പിക്കണം. ശരിയായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. ഭീകരവാദ ശക്തികളുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിന് ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ
അവർ ഉപയോഗിക്കുന്നു. പാർട്ടി കുറിപ്പിലെ പരാമർശം ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. ഏതെല്ലാം തലത്തിൽ വർഗീയത ഉണ്ടാകുന്നോ അവിടെയെല്ലാം CPIM പ്രതിരോധിക്കും. വർഗീയത പല രൂപത്തിൽ പ്രവർത്തിക്കുമെന്നും ന്യൂനപക്ഷ വർഗീയതയോടും CPIM സന്ധി ചെയ്യാറില്ലെന്നും A. വിജയരാഘവൻ വ്യക്തമാക്കി. വിവിധ മേഖലകളിൽ സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ട പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പരിശ്രമം നടക്കും. ആ പരിശ്രമിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രതിരോധം സംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുത്തുവൽപ്പിക്കാൻ സാധിക്കൂ. അത് ഞങ്ങളുടെ ഒരു നിലപാടാണ്, പ്രഖ്യാപിത നിലപാടാണ്. അതോടൊപ്പം തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത. സ്വാഭാവികമായിട്ടും ഈ ഭൂരിപക്ഷ വർഗീയത ശക്തിപ്പെടുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാൻ ശ്രമിക്കും. ആ വർഗീയതയോട് സന്ധി ചെയ്യുന്ന നിലപാട് CPIM സ്വീകരിക്കാറില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുന്നുവെന്ന CPIM ആരോപണം ശരിവെച്ച് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ. സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനകൾ വഴി ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പ്രൊഫഷണൽ കോളേജുകളിൽ ഇടം പിടിച്ചെന്നും ആരോപണം. വിഷയം ഗൗരവമായി എടുത്ത് അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്ന് CBCA ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ക്രൈസ്തവ സമൂഹം തീവ്രവാദത്തെക്കുറിച്ചും ഭീകരപ്രസ്ഥാനങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ചാൽ അത് വർഗീയത. രാഷ്ട്രീയ പാർട്ടികൾ ഇതേ ആശയം തന്നെ പറഞ്ഞാൽ അത് മതേതരത്വം. വളരെ വിചിത്രമായ പങ്കുവെക്കലാണ് ഒരേ കാര്യത്തിൽ തന്നെ ഇന്ന് പല വേദികളിൽ നിന്ന് ഉയരുന്നത്. കേരളത്തിലെ ഭരണ കക്ഷിയിലെ പ്രമുഖ കക്ഷി തന്നെ അവര് ഇറക്കിയിരിക്കുന്ന കുറിപ്പുകളിൽ കത്തോലിക്ക സഭ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് സമ്മതിക്കുന്ന വസ്തുതകളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തുന്ന വിഷയം GST കൗൺസിൽ യോഗം ഇന്ന് പരിഗണിച്ചില്ല. ഇന്നത്തെ അജണ്ടയിലുണ്ടായിരുന്ന വിഷയം പിന്നീട് പരിഗണിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പ് പരിഗണിച്ചാണ് തീരുമാനം. രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, സംസ്ഥാനങ്ങൾ കൂട്ടത്തോടെ എതിർപ്പറിയിക്കുകയായിരുന്നു. ഇത്തവണത്തെ GST യോഗത്തിൽ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് രാധാകൃഷ്ണൻ? ഉന്മേഷ്, ഒരു സമവായം രൂപപ്പെടട്ടെ എന്നൊരു ധാരണയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവസാന നിമിഷം ഉണ്ടായത്. ഇതനുസരിച്ച് ഈ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന വിഷയം ഒരു പ്രത്യേക GST കൗൺസിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യാം എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെക്കുകയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവന 6:30 മണിക്ക് ധനമന്ത്രി നടത്തുകയും ചെയ്യും. രാജ്യത്തെ സംബന്ധിച്ച് ഈ GSTയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആക്ഷേപങ്ങളാണ് സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന ധനനഷ്ടം, നികുതിയിൽ ഉണ്ടാകുന്ന കുറവ്, ഇത് നികത്താനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു നിർദ്ദേശം ഇല്ല എന്നുള്ളതാണ്. ഒപ്പം കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ഇടിവ് അത് നികത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും രൂപപ്പെട്ടിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക GST കൗൺസിൽ തന്നെ ഇക്കാര്യം പരിഗണിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് മാറ്റിവെക്കുകയായിരുന്നു. നിലവിൽ ഈ വാറ്റുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഭിന്നതയുണ്ട്. ഇന്ധനത്തിന് ഉള്ള വാറ്റ് പല സംസ്ഥാനങ്ങളും പല ഘട്ടങ്ങളിലും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് പല സമയത്തും കേന്ദ്രം അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തയ്യാറാകാത്ത ഒരവസ്ഥയുണ്ട്. ഇതിനെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുക എന്നതുകൂടിയായിരുന്നു ഈ GST ഇന്ധനങ്ങൾക്ക് മേൽ ചുമത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നു എന്നൊരു സന്ദേശം നൽകുക വഴി ഇന്ന് ഉണ്ടായ ചർച്ചയിൽ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ ഈ വാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ചില നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം നൽകി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും 6:30 മണിക്ക് ധനമന്ത്രി വ്യക്തമാക്കാൻ പോകുന്നത്. ശരി, രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇനി ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്ന കോവിഡ് കണക്ക് 23,260 131 മരണം കൂടി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാകട്ടെ അത് 18-ന് മുകളിലാണ്. 18.05% ഇന്നത്തെ TPR. പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ 1,28,817 സാമ്പിളുകൾ പുതുതായി പരിശോധിച്ചിരിക്കുന്നു. ഇന്ന് രോഗമുക്തി നേടിയ ആളുകളുടെ എണ്ണം 20,000-ന് മുകളിലാണ്. 20,388 ഇന്നത്തെ കണക്ക്.
ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 120 ആരോഗ്യ പ്രവർത്തകർക്ക് സംസ്ഥാനത്ത് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. അലക്സ് റാമുമാണ് വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സംസ്ഥാനത്ത് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അടിസ്ഥാനമാക്കി രോഗവ്യാപനം കണക്കാക്കുന്ന സമ്പ്രദായം സർക്കാർ അതുപോലെ ആരോഗ്യവകുപ്പ് അവസാനിപ്പിച്ചുവെങ്കിലും കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18% മുകളിലാണ്. അതായത് കോവിഡ് വ്യാപനം അത്ര കണ്ട് താഴുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ തെളിയിക്കുന്നത്. ഇന്നും അത് അങ്ങനെ തന്നെ തുടരുന്നു. 18.05% ഇന്ന് രേഖപ്പെടുത്തുന്ന TPR. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23,260 പേർക്കാണ് സംസ്ഥാനത്ത് നിന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,28,817 സാമ്പിളുകൾ പരിശോധിച്ചിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തൃശ്ശൂരിൽ ഇന്ന് കോവിഡ് രോഗികൾ കൂടുതലാണ്. 4000 കവിഞ്ഞിട്ടുണ്ട്. 4013 പേർക്കാണ് തൃശ്ശൂർ ജില്ലയിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് 3143, കോഴിക്കോട് 2095, തിരുവനന്തപുരം 2045, മലപ്പുറം 1818, ആലപ്പുഴ 1719, പാലക്കാട് 1674, കൊല്ലം 1645, കോട്ടയം 1431, കണ്ണൂർ 1033, പത്തനംതിട്ട 983, ഇടുക്കി 692, വയനാട് 639, കാസർഗോഡ് 330 എന്നിങ്ങനെയാണ് ജില്ലകളിലെ പുതിയ രോഗികളുടെ വിവരം. WIPR 8% മുകളിലുള്ള 678 തദ്ദേശ പ്രദേശങ്ങളിലെ 2507 വാർഡുകളിൽ കർശന നിയന്ത്രണം തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് 1,88,926 കോവിഡ് രോഗികൾ ഇപ്പോൾ ചികിത്സയിലുണ്ട്. അതിൽ തന്നെ 12.8% പേരാണ് ആശുപത്രിയിലുള്ളതെന്നും ആരോഗ്യവകുപ്പിന്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല 5,37,823 പേർ വിവിധ ജില്ലകളിലായി കോവിഡ് നിരീക്ഷണത്തിലും കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 131 മരണങ്ങൾ കോവിഡ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ സംസ്ഥാനത്ത് ആകെ സ്ഥിരീകരിച്ച മരണം അത് 23,296 അതേസമയം 20,388 പേർ ഇന്ന് രോഗമുക്തരാകുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്, ഇന്നത്തെ കോവിഡ് കണക്കുകൾ നൽകിയത്. രാജ്യത്ത് ഇന്ന് റെക്കോർഡ് കോവിഡ് വാക്സിനേഷൻ നടന്ന ദിവസമാണ്. 2 കോടിയിലധികം പേർക്കാണ് ഇന്ന് മാത്രം കോവിഡ് വാക്സിൻ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് റെക്കോർഡ് വാക്സിനേഷൻ നടത്തിയത്. MP പ്രദീപ് കുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പ്രദീപ് കുമാർ, ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എത്രയാണ്? ഈ കോവിഡ് വാക്സിനേഷൻ എത്ര പിന്നിട്ടിരിക്കുന്നു രാജ്യത്ത്? പ്രദീപ്. ഉന്മേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71ാം ജന്മദിനത്തിനുള്ള സമ്മാനം എന്ന മട്ടിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വാക്സിനേഷൻ ദൗത്യത്തെ കാണുന്നത്. ഇത്രയും റെക്കോർഡ് വാക്സിനേഷൻ, അതും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോവിൻ പോർട്ടലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം 2,41,136 ആണ് 5 മണി 10 ആയപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 2 കോടി കടക്കുന്ന ഒരു റെക്കോർഡിലേക്ക് ഇപ്പോൾ ഈ വാക്സിനേഷൻ, പ്രതിദിന വാക്സിനേഷൻ്റെ ദൗത്യം കടന്നിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു. അതായത് 1:30 വരെ, അതായത് ഉച്ചയ്ക്ക് 1:30 വരെ ഏകദേശം 1 കോടി വാക്സിൻ കടന്നിരുന്നു. എന്നാൽ അടുത്ത മണിക്കൂറുകളിലും വലിയ തോതിൽ തന്നെ വാക്സിനേഷൻ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ തരത്തിലൊരു ജന്മദിന സമ്മാനം നൽകണം എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഒരു അഭ്യർത്ഥന. എന്തായാലും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയതും. എന്തായാലും ഈ 2 മാസത്തിനിടയിൽ ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് 1 കോടി വാക്സിനേഷൻ എന്ന ആ ഒരു റെക്കോർഡ് മറികടക്കുന്നത്. കാരണം സെപ്റ്റംബർ 6, ഓഗസ്റ്റ് 31, ഓഗസ്റ്റ് 27 ഈ 3 ദിവസങ്ങളിലും 1 കോടിക്ക് മേലെയായിരുന്നു വാക്സിനേഷൻ നടന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും വാക്സിനേഷൻ ഊർജിതമായി തന്നെ കൊണ്ടുപോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. രാജ്യത്ത് ഇന്ന് റെക്കോർഡ് വാക്സിനേഷൻ. MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ അധികൃതരുടെ വീഴ്ച കാരണം നവജാത ശിശു മരിച്ചെന്ന് പരാതി. മലയൻകീഴ് സ്വദേശികളായ അഖിൽ, മനീഷ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മാതാപിതാക്കൾ തമ്പാനൂർ പോലീസിൽ പരാതി നൽകി. ബുധനാഴ്ചയാണ് മലയൻകീഴ് സ്വദേശിനിയായ മനീഷയെ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രക്തസ്രാവവും ഫ്ലൂയിഡ് പ്രശ്നങ്ങളും കാരണമായിരുന്നു ആശുപത്രിയിൽ ചികിത്സ നേടിയത്. ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ പ്രസവത്തിന് മുന്നോടിയായി വേദന വരാനുള്ള ഗുളിക നൽകി. ഇന്ന് രാവിലെ 8:30 മനീഷ പ്രസവിച്ചെങ്കിലും 1 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞു മരിച്ചുവെന്ന് അറിയിക്കുകയായിരുന്നു. അവനെ വെളിയിലെടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുകയാണ്. എടുത്തപ്പോൾ അവന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല. ഇപ്പോൾ അവന് കൃത്രിമ ശ്വാസം കൊടുക്കുകയാണ്. ചിലപ്പോൾ അവൻ ഇല്ലാതാവും, അതായത് അവന് ജീവനോട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഫ്ലൂയിഡ് പ്രശ്നമുണ്ടായിട്ടും സിസേറിയനോ മറ്റു ചികിത്സയോ നൽകിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം. ഫ്ലൂയിഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ സുഖപ്രസവത്തിന് വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. താനെ പ്രസവിക്കാൻ വേണ്ടിയാണ് ഇവർ നോക്കിയത്. സിസേറിയൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു തന്നെ.
സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ തമ്പാനൂർ പോലീസിൽ പരാതി നൽകി. അതേസമയം ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കുഞ്ഞിനെ പുറത്തെടുത്തപ്പോൾ ജീവനുണ്ടായിരുന്നു. ശിശുരോഗ വിദഗ്ധൻ കുഞ്ഞിനെ പരിശോധിച്ചിരുന്നുവെന്നും കുട്ടിക്ക് മാസം തികയാത്തതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. 24 തിരുവനന്തപുരം. ഗർഭസ്ഥ ശിശു മരിച്ചതറിയാതെ ഗർഭിണിയായ യുവതിയെ 3 സർക്കാർ ആശുപത്രികളിൽ നിന്നും തിരിച്ചയച്ചെന്ന് പരാതി. പാരിപ്പള്ളി കുളമട സ്വദേശിയായ മിഥുന്റെ ഭാര്യ മീരയാണ് പ്രശ്നമില്ലെന്ന് പറഞ്ഞ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചയച്ചത്. ഒടുവിൽ 8 മാസം ഗർഭിണിയായ യുവതി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ചത് മരിച്ച് ദിവസങ്ങളായ കുഞ്ഞിനെയാണ്. പരവൂർ നെടുങ്ങോലം രാമറാവു മെമ്മോറിയൽ താലൂക്ക് ആശുപത്രി, കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രി, തിരുവനന്തപുരം SIT ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നാണ് യുവതിക്ക് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നത്. ഗർഭാരംഭം മുതൽ നെടുങ്ങോലം താലൂക്ക് ആശുപത്രിയിലായിരുന്നു യുവതിയുടെ ചികിത്സ. ഈ മാസം 11-ന് നെടുങ്ങോലം ആശുപത്രിയിലെത്തിയപ്പോൾ കൊല്ലം വിക്ടോറിയ ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകി. അവിടെ എത്തിയപ്പോൾ കൂട്ടിരിപ്പിന് ആളില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാണ് പരാതി. പിന്നീട് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പോയെങ്കിലും ഡോക്ടർ പരിശോധിക്കാൻ പോലും തയ്യാറായില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. ഈ ഒരു അവസ്ഥ ഇനി ഒരു പെൺപിള്ളേർക്കും ആർക്കും വരരുത്. ഇത് എല്ലാവരും കണ്ട് ഇത് എന്താ നടപടി എന്ന് വെച്ചാൽ ഇതിന് ഈ ഡോക്ടർമാരെ കൈപ്പിഴവ് തന്നെ ഈ കുഞ്ഞ് മരിക്കാൻ. കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി സ്കാൻ ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിന് അനക്കമില്ല എന്ന് കണ്ടത്. സ്കാനിംഗ് കഴിഞ്ഞ ഉടൻ ജീവനറ്റ കുഞ്ഞിനെ യുവതി പ്രസവിച്ചു. പക്ഷേ ഈ കൊച്ചിനെ ഈ നെടുങ്ങോലത്തെ ഫീൽഡ് ഇതിൻ്റെ നേരെ 2 പേരെ പ്രസവം നെടുങ്ങോലത്തായിരുന്നു. ഇവരാ കൊച്ചിൻ്റെ വയറൊന്ന് പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഈ ഗതി ഇന്ന് വരുമായിരുന്നു. നമ്മളിത് ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഇനി വരുന്ന ഒരു പെൺകുട്ടികൾക്ക് ഇത് കണക്കുള്ളൊരു ഇത് വരരുത്. മൃതദേഹത്തിന് 5-6 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് കുഞ്ഞിന് അണുബാധ ഉണ്ടാകാത്തതിനാലാണ്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. 24 കൊല്ലം. ഹരിത വിഷയത്തിൽ വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്നും ചർച്ചയ്ക്ക് ഇനിയും പാർട്ടി തയ്യാറാണെന്നും മുസ്ലിം ലീഗ് നേതാവ് KP മജീദ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകുമ്പോൾ ഒരുമിച്ചിരുന്ന് പരിഹരിക്കുകയാണ് വേണ്ടത്. ലീഗിനെതിരെ എതിരാളികൾ വിഷയം ഉപയോഗപ്പെടുത്തുമ്പോൾ വേദനയുണ്ടെന്നും KP മജീദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കോൺഗ്രസിൽ സമഗ്രമായ മാറ്റമുണ്ടാകാതെ നിവൃത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആർക്കും എന്തുമാകാം എന്ന അവസ്ഥ വന്നാൽ ഈ പാർട്ടി ഉണ്ടാകില്ല. അക്കരപ്പച്ച തേടി പോകാത്തവരാണ് പാർട്ടിയുടെ കരുത്തെന്നും VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശിവദാസൻ നായരുടെ സസ്പെൻഷൻ KPCC നേതൃത്വം പിൻവലിച്ചു. KPCC നൽകിയ നോട്ടീസിന് ശിവദാസൻ നായർ തൃപ്തികരമായ മറുപടി നൽകുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി പിൻവലിക്കുന്നതെന്ന് നേതൃത്വം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മുന്നോട്ടുള്ള പ്രയാണത്തിൽ പാർട്ടിക്ക് കരുത്തും ശക്തിയും നൽകാൻ ശിവദാസൻ നായരുടെ സേവനം ആവശ്യമാണെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് തകർച്ചയുടെ വക്കിലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. ഇനിയും കൂടുതൽ പേർ കോൺഗ്രസ് വിടും. കോൺഗ്രസിൽ ജനാധിപത്യവും മതേതരത്വവും പേരിന് പോലും ഇല്ലാതായി. മതേതരവാദികൾക്ക് നിൽക്കാനാകാത്ത സ്ഥിതിയാണ് കോൺഗ്രസിലുള്ളത്. CPIMന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞാണ് നേതാക്കൾ പാർട്ടി വിടുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ത്രീവിരുദ്ധ നിലപാട് ഹരിത വിവാദത്തോടെ വ്യക്തമായെന്നും A വിജയരാഘവൻ പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടം വേണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അഫ്ഗാനിലെ താലിബാൻ സർക്കാർ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പരോക്ഷ പരാമർശം. സമാധാനവും സുരക്ഷയും വലിയ വെല്ലുവിളി നേരിടുന്നുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഉത്തർപ്രദേശ് സ്വദേശികളായ കമിതാക്കളെ കൊലപ്പെടുത്തി. മധ്യപ്രദേശിൽ വെച്ച് കൊലപ്പെടുത്തി വിവിധ സംസ്ഥാനങ്ങളിലായി മൃതദേഹം ഉപേക്ഷിച്ചു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കാത്തതിനെ തുടർന്ന് കമിതാക്കൾ ഡൽഹിയിലേക്ക് ഒളിച്ചോടുകയായിരുന്നു. കോവിഡ് ബാധയ്ക്ക് പിന്നാലെയുള്ള മിസ്ക് രോഗം കുട്ടികൾക്ക് ഭീഷണിയാകുന്നു. എറണാകുളത്ത് മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം ചിൽഡ്രൻ ബാധിച്ച് 10 വയസ്സുകാരനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. തോപ്പുംപടി സ്വദേശിയുടെ മകനാണ് ഇന്നലെ മിസ്ക് സ്ഥിരീകരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ഓഗസ്റ്റ് അവസാനം വരെ 300-ൽ പരം കുട്ടികളെ മിസ്ക് ബാധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. തോപ്പുംപടി സ്വദേശി ഷിജി ജോർജിന്റെ മകൻ ആരോൺ ജേക്കബാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ വെന്റിലേറ്ററിലുള്ളത്. മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുട്ടിയുടെ ആരോഗ്യനില മോശമായതോടെയാണ് അമൃതയിൽ എത്തിച്ചത്. 1 മാസം മുൻപ് കുഞ്ഞിന്റെ മാതാവിന് കോവിഡ് പോസിറ്റീവായിരുന്നു. തുടർന്ന് കുട്ടിക്ക് കഴിഞ്ഞയാഴ്ച നേരിയ തോതിൽ
പനി ലക്ഷണങ്ങൾ കാണിച്ചതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഓഗസ്റ്റ് അവസാനം വരെ 300-ൽ പരം കുട്ടികളെ മിസ്ക ബാധിച്ചിരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവരിൽ 85% കുട്ടികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതാണ്. ഇതിനകം 4 മരണവും മിസ്ക മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് ബാധിച്ച കുട്ടികൾക്ക് 3 മുതൽ 4 ആഴ്ചയ്ക്കകമാണ് മിസ്ക ബാധിക്കുക. കടുത്ത പനിയാണ് പ്രധാന രോഗലക്ഷണം. ത്വക്കിലെ ചുവന്ന പാടുകൾ, പഴുപ്പില്ലാത്ത ചെങ്കണ്ണ, വായ്ക്കുള്ളിലെ തടിപ്പ്, രക്തസമ്മർദ്ദം കുറയൽ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദരരോഗങ്ങൾ എന്നിവയും ലക്ഷണങ്ങളാണ്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ താണു പത്മനാഭൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ താണു പത്മനാഭൻ പത്മശ്രീ, ഭട്നഗർ ബഹുമതികൾ നേടിയിട്ടുണ്ട്. എമർജന്റ് ഗ്രാവിറ്റിയിൽ താപഗതികത്തെ അടിസ്ഥാനമാക്കി സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തെ കൂടുതൽ വികസിപ്പിച്ചതാണ് ഭൗതിക ശാസ്ത്രത്തിന് ഡോക്ടർ താണു പത്മനാഭൻ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. 20-ാം വയസ്സിൽ BSc പഠിക്കുമ്പോഴാണ് താണു പത്മനാഭന്റെ ആദ്യത്തെ ഗവേഷണ പേപ്പർ പ്രസിദ്ധീകരിക്കുന്നത്. സാമാന്യ ആപേക്ഷികതയായിരുന്നു വിഷയം. പിന്നീട് പ്രപഞ്ചത്തിലെ വിന്യാസങ്ങളുടെ രൂപീകരണം, ഗുരുത്വാകർഷണം, ക്വാണ്ടം ഗുരുത്വം എന്നിവയായി ഡോക്ടർ താണു പത്മനാഭന്റെ ഇഷ്ട ഗവേഷണ വിഷയങ്ങൾ. ഇതിൽ തന്നെ ഗുരുത്വാകർഷണമായിരുന്നു പ്രധാന ഗവേഷണ വിഷയം. 1957-ൽ തിരുവനന്തപുരത്ത് ജനിച്ച ഡോക്ടർ താണു പത്മനാഭൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BScയും MScയും പാസ്സായത് സ്വർണ്ണ മെഡലോടെ. പിന്നീട് മുംബൈയിലെ TIFRൽ നിന്ന് 1983-ൽ PhD നേടി. 1992 മുതൽ പുനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ പ്രസിദ്ധ കണികാ ഭൗതിക ഗവേഷണ കേന്ദ്രമായ സേൺ, ന്യൂ കാസിൽ സർവകലാശാല, ലണ്ടനിലെ ഇംപീരിയൽ കോളേജ്, കാൾടെക്, പ്രിൻസ്റ്റൺ, കാംബ്രിഡ്ജ് സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചു. ആഫ്റ്റർ ദി ഫസ്റ്റ് 3 മിനിറ്റ്, ദ സ്റ്റോറി ഓഫ് അവർ യൂണിവേഴ്സ്, തിയററ്റിക്കൽ ആസ്ട്രോഫിസിക്സ് ആൻഡ് ഇൻവിറ്റേഷൻ ടു ആസ്ട്രോഫിസിക്സ് തുടങ്ങിയ കൃതികൾ പ്രസിദ്ധമാണ്. ജയന്ത് നർലിക്കർമുത്ത് ഗ്രാവിറ്റി, ഗേജ് തിയറീസ് ആൻഡ് കോസ്മോളജി എന്നൊരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ഭാഗമായ വിഗ്യാൻ പ്രസാർ പ്രസിദ്ധീകരിച്ച ഭൗതികത്തിന്റെ കഥ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2007-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്ര മേഖലയിലെ ആജീവനാന്ത ഗവേഷണ നേട്ടത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ കേരള ശാസ്ത്ര പ്രതിഭാ പുരസ്കാരത്തിനും ഡോക്ടർ താണു പത്മനാഭൻ അർഹനായി. ഇതിനു പുറമെ ബിർള ശാസ്ത്ര പുരസ്കാരം, ഭട്നാഗർ പുരസ്കാരം, ദ വേൾഡ് അക്കാഡമി ഓഫ് സയൻസസ് പ്രൈസ് ഇൻ ഫിസിക്സ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ വാസന്തി പത്മനാഭനാണ് ഭാര്യ. ഹംസ പത്മനാഭൻ മകളാണ്. റിസർച്ച് ഡെസ്ക്, 24. ഔഷധി ചെയർമാൻ ഡോക്ടർ KR വിശ്വംഭരൻ അന്തരിച്ചു. കാർഷിക സർവകലാശാല വൈസ് ചെയർമാനും വിദ്യാഭ്യാസ ഡയറക്ടറും എറണാകുളം, ആലപ്പുഴ ജില്ലാ കളക്ടറുമായിരുന്നു. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മാവേലിക്കര സ്വദേശിയായ KR വിശ്വംഭരൻ ഉന്നത വിദ്യാഭ്യാസത്തിനായി അരനൂറ്റാണ്ട് മുൻപ് കൊച്ചിയിലെത്തിയത് മുതൽ കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകരിലൊരാൾ. സ്വർലയ ഉൾപ്പെടെ വിവിധ സാംസ്കാരിക സംഘടനകളുടെ അധ്യക്ഷനായിരുന്നു. കാനറ ബാങ്കിൽ ഓഫീസറായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം. പിന്നീട് ഫോർട്ട് കൊച്ചി തഹസിൽദാർ, പ്രോട്ടോകോൾ ഓഫീസർ, എറണാകുളം, ആലപ്പുഴ ജില്ലാ കളക്ടർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സ്പോർട്സ് ഡയറക്ടർ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി, ടെൽക്ക് റബ്ബർ മാർക്കറ്റ് MD എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലറായാണ് വിരമിച്ചത്. അതിനുശേഷം എറണാകുളത്ത് അഭിഭാഷകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം മഹാരാജാസ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു. ലോ കോളേജിലെ സഹപാഠിയായിരുന്ന നടൻ മമ്മൂട്ടിയുമായി KR വിശ്വംഭരന് അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി മമ്മൂട്ടി വിശ്വംഭരനെ സന്ദർശിച്ചിരുന്നു. 24, കൊച്ചി. വയനാട് പനമരം നെല്ലിയമ്പലത്തെ വൃദ്ധ ദമ്പതികളുടെ കൊലപാതകത്തിൽ അയൽവാസിയായ യുവാവ് പിടിയിലായി. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനിടെ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അർജുനാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അരവിന്ദ് സുകുമാർ IPS വ്യക്തമാക്കിയത്. കഴിഞ്ഞ ജൂൺ 10 രാത്രി 8 മണിക്കാണ് നെല്ലിയമ്പത്തെ റിട്ടയർഡ് അധ്യാപകൻ കേശവനും ഭാര്യ പത്മാവതിയും മുഖംമൂടിധാരിയുടെ കുത്തേറ്റ് കൊല്ലപ്പെടുന്നത്. മോഷണ ശ്രമത്തിനിടെയാണ് പ്രതിയായ അർജുൻ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി അർജുനെ പോലീസ് നേരത്തെ ചോദ്യം ചെയ്തെങ്കിലും അതിവിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു. ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഈ മാസം 9-നാണ് അർജുനെ മാനന്തവാടി DYSP ഓഫീസിലേക്ക് വിളിപ്പിച്ചത്.
പിടിക്കപ്പെടുമെന്ന് കണ്ടതോടെ കയ്യിൽ കരുതിയ എലിവിഷം ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ചികിത്സയിലായ പ്രതിയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിലെ ദുരൂഹതകൾ നീങ്ങിയത്. ഈ ക്ലാരിഫിക്കേഷൻസ്, ഈ കോൺട്രഡിക്ഷൻസ്, ഈ വൈരുദ്ധ്യങ്ങൾ ക്ലിയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പിന്നെ വിളിപ്പിച്ചു. ഇപ്പോൾ 16/9 ഓഫീസിൽ വിളിച്ച് വരുത്തി ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുള്ളതായും പ്രതി മോഷണം നടത്തുന്നതായി വീട്ടിനുള്ളിൽ കയറിയിരുന്ന് കൃത്യം ചെയ്തിട്ടുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ ഇന്നലെ, അതായത് 16/9/2021 തീയതി രാത്രി 11:30 മണിക്ക് നിയമാനുസാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെല്ലിയമ്പത്തെ മൊബൈൽ മോഷണ കേസിലും അർജുൻ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. ബംഗളൂരുവിലും ചെന്നൈയിലുമായി ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ജോലി ചെയ്തു വരികയായിരുന്ന അർജുൻ ലോക്ക്ഡൌൺ സമയത്താണ് നാട്ടിലെത്തിയത്. ജോലി നഷ്ടമായതോടെ കൂലിവേലകൾ ചെയ്തു വരികയായിരുന്നു. പ്രതി അർജുനെ തെളിവെടുപ്പിനു ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 24 വയനാട്. ലക്ഷദ്വീപിലെ വിവാദ ഉത്തരവുകൾക്കെതിരായ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഡയറി ഫാം അടച്ചുപൂട്ടൽ, സ്കൂളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരണം തുടങ്ങിയവ ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ഫാം പൂട്ടുന്നതടക്കമുള്ള നടപടികൾ അഡ്മിനിസ്ട്രേഷന്റെ നയപരമായ തീരുമാനമാണെന്ന് വിലയിരുത്തിയാണ് നടപടി. ലക്ഷദ്വീപിലെ ഡയറി ഫാമുകൾ അടച്ചുപൂട്ടുകയും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനുവിൽ നിന്നും മാംസാഹാരം ഒഴിവാക്കുകയും ചെയ്ത അഡ്മിനിസ്ട്രേഷൻ നടപടികൾക്കെതിരെ ദ്വീപ് സ്വദേശിയും അഭിഭാഷകനുമായ അജ്മൽ അഹമ്മദ് നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നയപരമായ തീരുമാനങ്ങളുടെ ഭാഗമായാണ് ഫാമുകൾ പൂട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നതെന്നായിരുന്നു ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വാദം. ഈ വാദങ്ങൾ അംഗീകരിച്ച ഹൈക്കോടതി അഡ്മിനിസ്ട്രേഷന്റെ തീരുമാനങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് വിലയിരുത്തി ഹർജി തള്ളുകയായിരുന്നു. 1 കോടി രൂപയ്ക്കടുത്ത് കനത്ത നഷ്ടം സഹിച്ചാണ് ഡയറി ഫാമുകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ നഷ്ടം സഹിച്ച് ഫാമുകൾ തുടർന്നു കൊണ്ടുപോകാനാകില്ലെന്നും ദ്വീപ് ഭരണകൂടത്തിന്റെ അഭിഭാഷകൻ എസ് മനു കോടതിയെ അറിയിച്ചു. കൂടാതെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനുവിൽ നിന്നും മാംസാഹാരം ഒഴിവാക്കിയത് മാംസം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും ഇറച്ചിക്ക് പകരം മീനും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തി മെനു പരിഷ്കരിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ഭരണകൂടത്തിന്റെ വാദം. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം പോഷകമൂല്യം ഉറപ്പാക്കിയാണ് മെനു പരിഷ്കരിച്ചതെന്നും അഡ്മിനിസ്ട്രേഷൻ ചൂണ്ടിക്കാട്ടി. ഭരണകൂടത്തിന്റെ നടപടികൾ ദ്വീപ് ജനതയുടെ തനത് ഭക്ഷണ ശൈലിയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. നേരത്തെ വിവാദ ഉത്തരവുകൾ ഹൈക്കോടതി താത്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. 24 കൊച്ചി. വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ കലാ, സാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. സെപ്റ്റംബർ 9 വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ ആണ് പിൻവലിച്ചത്. കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടയാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സർക്കുലറുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് സർക്കുലർ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത്. സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് അനുമതി നൽകണം എന്നതായിരുന്നു നിർദ്ദേശം. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ LDF പരാജയത്തിൽ CPIM പ്രാദേശിക ഘടകത്തിന്റെ പരാതി തള്ളി CPI. എം സ്വരാജിന്റെ തോൽവി CPIയുടെ വോട്ടുകൾ ലഭിക്കാത്തതുകൊണ്ടല്ലെന്ന് ജില്ലാ സെക്രട്ടറി പി രാജു 24നോട് പറഞ്ഞു. CPIM ആവശ്യപ്പെട്ടാൽ ഇക്കാര്യം പരിശോധിക്കുമെന്നും പി രാജു വ്യക്തമാക്കി. തൃപ്പൂണിത്തുറയിൽ CPI വോട്ടുകൾ ലഭിക്കാത്തതാണ് എം സ്വരാജിന്റെ പരാജയത്തിന് കാരണമെന്നായിരുന്നു CPM നേതാക്കളുടെ ആരോപണം. എന്നാൽ ഇതിനെതിരെ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് CPI ജില്ലാ സെക്രട്ടറി പി രാജു. CPIയുടെ മുഴുവൻ വോട്ടുകളും എം സ്വരാജിന് ലഭിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. 6 ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞെങ്കിൽ പഞ്ചായത്തിൽ ആകെ വോട്ട് കുറയേണ്ടതല്ലേ എന്നും പി രാജു ചൂണ്ടിക്കാട്ടി. ഒറ്റ CPI വോട്ടോട് അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് പോവില്ലേ? CPI വോട്ട് നഷ്ടമായാൽ പഞ്ചായത്ത് പോവില്ലേ? അത് നഷ്ടമായിട്ടുണ്ടാവില്ല. കാരണം പൊളിറ്റിക്കലല്ലേ, രാഷ്ട്രീയമാണല്ലോ ഇതിനകത്ത്. LDF തുടർഭരണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് CPI. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു പരാതിക്ക് ഇട നൽകിയിട്ടില്ല അവിടെ, ഒരു സന്ദർഭത്തിൽ പോലും. CPM പരാതി പറഞ്ഞാൽ ഇക്കാര്യം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പി രാജു വ്യക്തമാക്കി. CPI പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നുവെന്നും ഇപ്പോൾ ഇത്തരത്തിൽ പരാതി പറയുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഇവിടെ വളരെ സജീവമായി പാർട്ടി ഒന്നായി ഉണ്ടായിരുന്നതാണ്. പല ഘട്ടങ്ങളിലും പാർട്ടി യോഗങ്ങളിൽ ഞാനും പങ്കെടുത്തിരുന്നതാണ്. LDF നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിരുന്നതെന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു പരാമർശം അവിടെ ഒരു സ്ഥലത്തും ഉണ്ടായതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമില്ല. തൃപ്പൂണിത്തുറ പരാജയത്തിൽ നടപടി നേരിട്ട CPM നേതാക്കളാണ് CPIക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നത്. ഷഹിൻ ആന്റണി, 24 കൊച്ചി. കോന്നിയിലെയും അടൂരിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ CPIMന് വിമർശനവുമായി CPIയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. അടൂരിൽ ചിറ്റയം ഗോപകുമാർ MLAയുടെ കഴിഞ്ഞ ടൈമിലെ പ്രവർത്തനത്തിനും വിമർശനമുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24ന് ലഭിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ CPIM ഏകപക്ഷീയ നിലപാടാണ് സ്വീകരിച്ചതെന്ന വിമർശനമാണ് CPIക്കുള്ളത്.
തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഘടകകക്ഷികളുമായി കൂടിയാലോചനയുണ്ടായില്ലെന്ന് അവലോകന റിപ്പോർട്ടിലുണ്ട്. ജില്ലയിൽ CPI മത്സരിച്ച അടൂർ മണ്ഡലത്തിലെ ഏറത്ത് പഞ്ചായത്തിൽ CPIMലെ ആഭ്യന്തര തർക്കങ്ങൾ LDFന് തിരിച്ചടിയായി. ജില്ലാ നേതൃത്വത്തിന് പോലും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഏറത്ത് പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥി ലീഡ് നേടി. 3ാം തവണ മത്സരിച്ച ചിറ്റയം ഗോപകുമാറിന്റെ പ്രവർത്തനം മുൻകാലത്തെ പോലെ ആയില്ലെന്നും വിമർശനമുണ്ട്. ദളിത് ഐക്യവേദിയുടെ പ്രവർത്തനവും BJPയുടെ വോട്ട് ചോർച്ചയും UDFന് അനുകൂലമായി. 2016-ൽ 25,460 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ചിറ്റയത്തിന്റെ ലീഡ് ഇത്തവണ 2,919 ഇടിഞ്ഞിരുന്നു. 24 പത്തനംതിട്ട. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് തന്നോടുള്ള വിരോധം എന്താണെന്ന് അറിയില്ലെന്ന് ജോസ് കെ മാണി. കാനം രാജേന്ദ്രനിൽ നിന്ന് മുൻപും വ്യക്തിപരമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ ബഹുമാനിക്കുന്ന നേതാവാണ് കാനം രാജേന്ദ്രനെന്നും കേരള കോൺഗ്രസിനെതിരായ CPI തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ പരാതിയില്ലെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. അത് എന്നോട് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, പലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എന്നോടല്ല ചോദിക്കേണ്ടത്, അത് അവരോട് തന്നെ ചോദിക്കണം. ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് കാനം രാജേന്ദ്രൻ. ഒരു മുതിർന്ന നേതാവാണ്, CPIയുടെ നേതാവാണ്. അദ്ദേഹത്തിനെ ഞാൻ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഞാനൊരു എതിർപ്പും കാണുന്നില്ല. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും.